മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനമല്ല AK ബാലന്റെ പ്രസ്താവനയോട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ യോഗത്തിലെ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോഴാണ് MV ഗോവിന്ദൻ AK ബാലന്റെ വിവാദ പരാമർശങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത്. AK ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് താൻ അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതുകൊണ്ടാണ് താൻ ഇതേപ്പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി AK ബാലന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന ഘട്ടത്തിന് ഏതാണ്ട് സമാന്തരമായി തന്നെയാണ് ജില്ലാ കമ്മിറ്റി യോഗവും നടന്നത്. ആ യോഗത്തിലാണ് ബാലന്റെ പ്രസ്താവനയെ CPM പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രിയെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നും ഒക്കെയായിരുന്നു AK ബാലന്റെ പ്രസ്താവന. അത്തരമൊരു പ്രസ്താവന മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് നടത്തിയത് എന്ന തരത്തിലുള്ള പരാമർശവും MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായി. എന്തായാലും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് AK ബാലനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ പരാമർശങ്ങളായിരുന്നു.